ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും അതുപോലെ തന്നെ ശോഭേനെയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സംസാര വിഷയം നമ്മുടെ ഋതുവിൻ്റെ കല്യാണം മുടങ്ങിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കല്യാണ ആലോചന തന്നെ മുടക്കണം എങ്കിൽ വലിയ സാമർഥ്യം തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ശോഭ പറയാണ്. എന്തായാലും അത് ആര് ചെയ്താണെങ്കിലും സേതുവിന്റെ സ്വഭാവത്തിന് അവര് എന്താണേലും വെറുതെ വിടില്ല എന്ന് ശോഭ ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പല്ലവി നല്ല ടെൻഷനിലാണ് കേട്ടോ. അപ്പോഴേക്കും സേതു ഇതേ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ സേതു വരുന്നത് കണ്ടപ്പോ തന്നെ, അതെ, ആരാ സേതു ഈ കല്യാണം മുടക്കിയത്? പക്ഷെ ഇന്ദ്രനാണെന്നാ കരുതിയത്. അവനല്ല, അവൻ തന്നെയായിരിക്കും. പിന്നെ ആര് മുടക്കാനാ? അല്ലമ്മേ, ഋതുവിന് പോലും ചെറുക്കൻകുട്ടനെ കുറിച്ചുള്ള വിവരം അറിയില്ല. പിന്നെ എങ്ങനെയാ ഇന്ദ്രൻ ഇത് അറിയുന്നതും അവരെ പിടിച്ച് മുടക്കുന്നതും? അതിന് ഒരു യുക്തിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാ മോനെ എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുലിച്ച് നിൽക്കുക. അവൻ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലുള്ള ആരാണ് ഈ ചതി ചെയ്തത് എന്നാ അവൻ പറയുന്നത്. അത് ശരിയാണെന്നാ എനിക്കും തോന്നിയത്. കുടുംബത്തിലോ? ഞാൻ കുറെ ആലോചിച്ചു. അവസാനം എനിക്ക് കിട്ടി രണ്ട് സാധ്യതകൾ മാത്രമേ അതിനു മുന്നിലുള്ളൂ. എന്താ മോനെ അത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. വേഗം തന്നെ ഈ കല്യാണാലോചന മുടക്കിയത് ഒന്നെങ്കിൽ അമ്മ, അല്ലെങ്കിൽ പല്ലവി എന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും അങ്ങനെ ചെയ്യുവോ എന്നിങ്ങനെ ശോഭ ചോദിക്കുക. എന്താ അനാവശ്യം ഈ പറയുന്നത്? ഒരിക്കലും ഈ കല്യാണം നടക്കണം എന്നല്ലാതെ ഞാനോ പല്ലവിയോ വിചാരിക്കുവോ? ഇത് കേട്ടോ മോളെ സേതു പറയുന്നത്? അപ്പൊ വേഗം തന്നെ സേതു, അതെ, നിങ്ങൾ രണ്ടുപേരും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്യില്ല, എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാനാ? ഞാൻ ചെറുക്കന്റെ വിവരങ്ങൾ നിങ്ങളോട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എന്തിനാ, പൂർണിമാമ്മയോട് പോലും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കണം. അല്ല എങ്കിൽ പിന്നെ ചെറുക്കൻ കൂട്ടരുടെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും ചിലപ്പോ ഈ പണി ഒപ്പിച്ചത്. ആരായാലും ഒരു കൊലച്ചതി ആയിപ്പോയമ്മേ, ഒരു വല്ലാത്ത ചതി. അത് ഓർക്കുമ്പോഴാ സഹിക്കാൻ മേലാത്തത്. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു നോക്കാം. മോനൊരു കേറി വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു ശോഭാഗത്തേക്ക് പോയി കേട്ടോ. അപ്പൊ സേതുവിടെ നിൽക്കുമ്പോ സേതുവേട്ട തൽക്കാലം ഋതുവിന് കല്യാണാലോചനയൊന്നും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അവളെ സന്യസിക്കാൻ വിടണമെന്നാണോ പല്ലവി? പല്ലവി മിണ്ടുന്നില്ല. പല്ലവി ഇങ്ങനെ കുറച്ചു നേരിട്ട്, താനെങ്കിലും എന്റെ തീരുമാനത്തിനനുസരിച്ച് കൂടെ നിൽക്കണം പല്ലവി. മറ്റാരെയും തന്റെ അത്ര വിശ്വാസം എനിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഏക ലക്ഷ്യം ഇപ്പൊ ഋതുവിന്റെ കല്യാണം മാത്രാണ്. അതുകൊണ്ട് നീ ആയിട്ട് അതിന് തടസ്സം പറയാനായിട്ട് വരരുത് എന്ന് പറഞ്ഞു. അതെ, എന്ത് കഷ്ടമാ. എങ്കിലും 100% താൻ എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. അതാ തെറ്റ്, വളരെ തെറ്റായി പോയി സേതുവേട്ടാ. ഞാൻ മതി, വേണ്ട, ഞാൻ പോവാ എന്ന് പറഞ്ഞോണ്ട് സേതു വേഗം വണ്ടി എടുത്തങ്ങ് പോയി. അപ്പൊ ശോഭ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേനും, എവിടെ സേതു എവിടെ എന്ന് ചോദിച്ചു. പോയി അമ്മേ എന്ന് പറഞ്ഞു. അതെന്തു പറ്റി? അതെന്താ പോയത്? ചായ കുടിക്കാതെ പോയത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പല്ലവി നേരെ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ശോഭയ്ക്കും ആകെ വിഷമായി കേട്ടോ. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കാണുന്നത് ഋതുവിനെയും അതുപോലെ തന്നെ പല്ലവിനെയാണ്. അപ്പൊ പല്ലവി ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ, നീ എന്നെ ഇത്രയും വലിയൊരു കുരുക്കിൽ ചെന്ന് പെടുത്തുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഋതു എന്ന് പറഞ്ഞു. ഞാനിപ്പോ ഈ സേതുവേട്ടന് ഓരോന്ന് ചോദിക്കുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഉരുകി പോവായിരുന്നു. ഒരു കള്ളിയെ പോലെ ആയിപ്പോയി ഞാൻ എന്ന് പറയാണ്. അപ്പൊ ഋതു, അതെ, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. പൂർവ്വമല്ലല്ലോ, എന്റെ കാര്യം അത് ഓർത്ത് നോക്കിക്കേ. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് ഇനി ഒരാളുടെ മുന്നിൽ പോയി പെണ്ണ് കാണാൻ നിന്ന് കൊടുക്കണോ? നിന്റെ അവസ്ഥ നീ തന്നെ വരുത്തി വെച്ചതല്ലേ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. പെണ്ണിനെ സൂക്ഷിക്കാൻ പെണ്ണിന് തന്നെ കഴിയണം. കല്യാണത്തിന് മുൻപ് മറ്റൊരു ബന്ധത്തിന് നീ ഒരിക്കലും തയ്യാറാവരുതായിരുന്നു. പ്രണയമൊക്കെ ഉണ്ടാവും, പക്ഷെ പെണ്ണിന്റെ ആത്മവിശ്വാസമല്ലേ സ്വന്തം ശരീരം എന്നുള്ളത്. അത് ഉപാധികളില്ലാതെ സമർപ്പിക്കാൻ ഉള്ളതല്ല. മനസ്സിലാക്ക് നീ എന്ന് പറഞ്ഞു. പറ്റിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാ? സ്നേഹിച്ച് നമ്മളെ തന്നെ ദുർബലരായി പോകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ പല്ലവി. അവിടെ വെച്ച് അടിയറവ് പറഞ്ഞു പോകും. ആ അടിയറവ പെണ്ണിന്റെ ഏറ്റവും വലിയൊരു പരാജയം. അത് നീ ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ ഋതുവാണെങ്കിൽ അങ്ങനെ തോറ്റു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പല്ലവി. അതാ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഒരു കല്യാണം അത് നടത്തി തരാൻ വേറൊരു വഴിയില്ല. ഋതു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ നീ ഇപ്പോ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വാശി അല്ല പല്ലവി, എൻ്റെ അവസ്ഥയാ, എൻ്റെ വളരെ ദയനീയ അവസ്ഥയാ. എനിക്ക് സങ്കടപ്പെടാനോ പരാതി പറയാനോ സഹായം ചോദിക്കാനോ ഈ ലോകത്ത് മറ്റാരുമില്ല പല്ലവി, പല്ലവി അല്ലാതെ എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ആ സെന്റിമെന്റ്സിൽ വീണു പോവാണ് കേട്ടോ. പ്ലീസ് സഹായിക്കണം എന്ന് പറഞ്ഞു. എന്നെ ഉപേക്ഷിച്ച് കളയരുത്, പല്ലവിയും കൂടി എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി വേഗം തന്നെ ഇനി ഇവൾ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് പല്ലവിക്ക് ഒരു പേടിയും ഉണ്ട് ഉള്ളില്. പല്ലവി ഇങ്ങനെ നോക്കി നിന്നിട്ട്, അതെ നീ വിഷമിക്കണ്ട, സാരമില്ല, എന്താണേലും വരുന്നിടത്ത് വെച്ച് കാണാം, അത് അങ്ങനെ തന്നെ ആശ്വസിക്കാം എന്ന് പറഞ്ഞു. അവസാനം പല്ലവിയെ കെട്ടിപ്പിടിച്ച് നിന്ന് നമ്മുടെ ഋതു ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ. വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നെ കാണുന്നത് ശ്രീഹരിനെയാണ്. അപ്പൊ ശ്രീഹരി ഭയങ്കര നൈറ്റി കച്ചവടം കേട്ടോ. അപ്പൊ ഒരാള് അവിടെ നിന്ന് ഇങ്ങനെ നോക്കാണ് ഈ ശ്രീഹരിയുടെ കച്ചവടം. 125 രൂപയോട് ചേച്ചി ഇത് കൊണ്ടുപോയിക്കോ, ചേട്ടന്റെ ഭാര്യ വണങ്ങി നിൽക്കുവാണോ, എന്നാ ഇത് ചേട്ടൻ കൊണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കരമായിട്ട് വേഗം തന്നെ കച്ചവടം ഇങ്ങനെ പിഴിച്ചെടുക്കുന്നത് ശ്രദ്ധിച്ച് നിൽക്കുവാണ് കേട്ടോ ഇയാൾ കുറെ നേരം ശ്രദ്ധിച്ചു നിന്നു. അതിനുശേഷം എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ചേട്ടന് വേണോ നൈറ്റി? ചേട്ടന് കൊണ്ടുപോയിക്കോ, നല്ല നൈറ്റിയാ ചേട്ടാ, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നൈറ്റിയുടെ കച്ചവടം മാത്രമേ ഉള്ളോ? തൽക്കാലം അത്രയേ ഉള്ളൂ. ഷർട്ടുകൾ വെക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ചേട്ടൻ വല്ല ഹോൾസെയിൽ കച്ചവടക്കാരൻ മറ്റാണോ? അങ്ങനെയല്ല, ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡാ. എൻ്റെ അടുത്ത് ഒരു ജപ്പാൻകാരൻ സായിപ്പ് വന്നിട്ടുണ്ട്. അയാള് ഒരു ഷർട്ട് നിർമ്മിക്കാനുള്ള പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ഒരു മാജിക് ഷർട്ട്. മാജിക് ഷർട്ടോ? അതെ, തണുപ്പ് കാലത്ത് ചൂടും ചൂട് കാലത്ത് തണുപ്പും ഫീൽ ചെയ്യുന്ന ഒരു പ്രത്യേകതരം മെറ്റീരിയൽ കൊണ്ടാണ് ഷർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അത് വിൽക്കാനാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ ബിസിനസ് പ്ലാൻ പറയൂ. താല്പര്യം ഉണ്ട് എന്ന് വേഗം തന്നെ ശ്രീഹരി പറഞ്ഞു. അപ്പൊ അദ്ദേഹമായിട്ട് വേഗം തന്നെ എന്താ പറയാ ബിസിനസ് പ്ലാൻ ഒക്കെ പറയുകയാണ്. പിന്നെ കാണുന്നത് മിത്രേട്ടനെയാണ്. അപ്പൊ മിത്രേട്ടൻ ഒരാളെയും കൂട്ടിക്കൊണ്ട് സേതുവിന്റെ അടുത്തേക്ക് വരികയാണ്. സേതു, നീ ഒരാളെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് മാത്രമല്ലാതെ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം എന്ന് പറഞ്ഞു. ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അപ്പൊ എളി ചോദിക്കുകയാണ്, ഒന്നും ചെയ്യണ്ടേ? പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്തോ ചെയ്യണം, 2000 രൂപ കിട്ടൂന്നൊക്കെ. താനെന്താ കള്ളം പറഞ്ഞതാണോ? അല്ല, സേതു തന്നെയാ പണത്തിന്റെ കാര്യം പറഞ്ഞത്. താനൊന്ന് തോക്കിക്കേറി വെടിവെക്കില്ലേ, ഞാനൊന്ന് കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് സേതു കാര്യം പറയുകയാണ്. എന്റെ പെങ്ങളുടെ വിവാഹാലോചനകൾ വരുമ്പോൾ ആരോ ഒരാൾ ഇതിന്റെ പുറകിൽ നിന്ന് അത് മുടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ദിവസം തോറും ഓരോ കല്യാണം മുടക്കികളുടെ എണ്ണം കൂടി വരുവാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് ഞാൻ കല്യാണം ആലോചിക്കുന്നു. എന്റെ മോന് വേണ്ടിയോ? അവൻ എന്നെ LKG ആയിട്ടുള്ളല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ? എടോ, താനൊന്ന് പറയുന്ന കേൾക്ക്. അതൊന്നും സാരമില്ല, ഇതൊന്നും നമ്പര് മാത്ര. താൻ ആദ്യം മനസ്സിലാക്കടോ എന്ന് പറഞ്ഞു. എന്റെ പെങ്ങൾക്ക് നിങ്ങളുടെ പേരിലും അഡ്രസ്സിലും ഫോൺ നമ്പറിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നു എന്ന് ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ പോവാം. മനസ്സിലായോ? അതിനുശേഷം ഉറപ്പായും കല്യാണം മുടക്കികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ആ കോണ്ടാക്ട് ചെയ്യുന്ന ആളുടെ നമ്പരും കിട്ടുന്ന വിവരങ്ങളും താൻ എനിക്കിങ്ങ് തന്നച്ചാൽ മാത്രം മതി. മനസ്സിലായോ എന്ന് ചോദിച്ചു. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇത് നിസ്സാരല്ലേ സാർ? അപ്പൊ പൈസ എപ്പോ തരും എന്ന് ചോദിച്ചു. പൈസ കല്യാണ മുടക്കങ്ങളുടെ എന്താ പറയാ വിവരം തന്ന അപ്പൊ തന്നെ ആ പണം തരും. പോരെ? മതി. പേരും വിശദമായ അഡ്രസ്സും ഫോൺ നമ്പരും മിത്രനെ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ വിട്ടോ. ബാക്കി എന്താണെങ്കിലും എനിക്കാ എന്ന് പറഞ്ഞു. ശരി. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ മിത്രന്റെ കയ്യില് അഡ്രസ്സും പേരും ഒക്കെ കൊടുത്തിട്ട് അയാൾ പോവാൻ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ കാണുന്നത് പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പൊ ഋതു ആയിരിക്കും മിക്കവാറും വിളിക്കുന്നത്. അപ്പൊ പല്ലവി വേഗം, ഈശ്വര, ഋതു ഇനി എന്താ പൊല്ലാപ്പാണോ വിളിക്കുന്നത് എന്ന് ഓർത്തിട്ട് പല്ലവിക്ക് ടെൻഷൻ. ഋതു, പല്ലവി, അതെ, ഇന്നലെ ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത് എന്ന് പറഞ്ഞു. എന്താ? എനിക്ക് വീണ്ടും ഒരു കല്യാണാലോചന സേതുവേട്ടൻ കൊണ്ടുവന്നിരിക്കുക. ഇത്ര പെട്ടെന്നോ? അതേനെ, ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചതേയല്ല. പക്ഷെ സേതുവേട്ടൻ ഒരു വാശി പോലെ എടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ദേ എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പല്ലവി തന്നെ ഇതും ഒന്ന് മുടക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ എന്തു ചെയ്യാൻ അറിയുതോ? കഴിഞ്ഞ തവണ സേതുവേട്ടൻ ആലോചനക്കാരുടെ വിവരം പറഞ്ഞത് കൊണ്ടാ എനിക്ക് വിളിച്ചു മുടക്കാൻ പറഞ്ഞത്. ഇത്തവണ ആലോചനയായി വന്നവളുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം ഞാൻ പല്ലവിയുടെ ഫോണിലേക്ക് അയക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ നീ മെന്റലി എന്നെ ടോർച്ചർ ചെയ്യുന്നത്. സേതുവേട്ടൻ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഓരോ ആലോചന വരുന്നത്. എന്നിട്ട് നീ എന്നെ ടോർച്ചർ ചെയ്യണോ? അത് മുടക്കാൻ ഞാനാണ് കാണക്കാരി എന്നറിഞ്ഞാല് ഈ ജന്മം എന്നോട് ക്ഷമിക്കില്ല. അറിയോ നിനക്ക്? എത്ര ആലോചന സേതുവേട്ടൻ കൊണ്ടുവന്നാലും ഈ ജന്മം എനിക്ക് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അത് പല്ലവിക്കും അറിയാവുന്നതല്ലേ? എന്നിട്ട് എന്റെ അവസ്ഥ തുറന്നു പറയാൻ ഇതുവരെ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. അതുകൊണ്ടാ. അല്ലെങ്കിൽ പിന്നെ ഞാനല്ല ആത്മഹത്യ ചെയ്തേക്കാം. നിർത്തരുതോ? ആവശ്യമില്ലാത്ത ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സംസാരം വേണ്ട എന്ന് പറഞ്ഞു. പല്ലവി ആകപ്പെട്ടു. ഇപ്പൊ ഇത് മുടക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ ഡീറ്റെയിൽസ് തൽക്കാലം അയക്കാം. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ തൽക്കാലം ചെയ്യാം എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് ഋതു വീണ്ടും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാണ്. പല്ലവി വീണ്ടും പെട്ടു. അപ്പം അവിടെ കല്യാണം നടക്കരുത് എന്ന് പറഞ്ഞപ്പോ സന്യസിക്കാൻ വിടണോ എന്ന് ചോദിച്ചാണ് സേതു ചൂടായത്. താനെങ്കിലും കൂടെ നിൽക്കണം എന്ന് സേതു പറഞ്ഞ ആ കാര്യമാണ് പെട്ടെന്ന് പല്ലവിയുടെ മനസ്സിലേക്ക് വന്നത്. ഇപ്പൊ കൂടെ നിൽക്കുകയല്ല ചെയ്യണത്, ഇപ്പൊ സേതുവിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തിട്ട് പല്ലവിക്കും നല്ല ടെൻഷനുണ്ട്. പക്ഷെ ഋതു എന്തെങ്കിലും ചെയ്തു പോവോ എന്നുള്ള പേടി കൊണ്ടാണ് അവളുടെ ഒപ്പം നിൽക്കുന്നത്. ഋതു ഇട്ടുകൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് പിന്നെയും ഋതുവിന്റെ കാര്യം ഓർക്കുന്നു, പിന്നെ സേതുവേട്ടന്റെ കാര്യം ഓർക്കുന്നു. പല്ലവിക്ക് ഒരു ടെൻഷൻ. എന്നിട്ട് അവസാനം പുള്ളി ഫോൺ എടുത്ത് ദേണ്ട ആ കല്യാണം പറഞ്ഞ അയാളെ വിളിക്കാണ് കേട്ടോ. സദാശിവൻ ചേട്ടൻ്റെ എന്ന് വിളിച്ചു. അതെ, ആരാ വിളിക്കുന്നത്? അല്ല, ചേട്ടന്റെ മകന് വേണ്ടി കല്യാണാലോചനയായിട്ട് ഒരു വിവാഹക്കത്ത് തയ്യാറാക്കിയിരുന്നോ? അപ്പൊ വേഗം തന്നെ അയാൾ ഇങ്ങനെ ആലോചിച്ചിട്ട്, ഇത് സേതു സാറ് പറഞ്ഞ അതേ ആള് തന്നെയാ കല്യാണം മുടക്കി. പറഞ്ഞിരുന്നു. അടുത്ത ദിവസം തന്നെ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. ഋതു എന്ന പെണ്ണിന്റെ പേര്. പൊന്നുമടത്തിലോ മറ്റോ ആണ് അവരുടെ വീട്ടുപേര്. ഓ ആണോ? ചേട്ടൻ ഒരു കാരണവശാലും ഈ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോകരുത്. അതെന്താ എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവി കുറെ ഉപാധികള് ഇങ്ങനെ അയാളോട് പറയാണ് കേട്ടോ. ഇതെല്ലാം ഇയാൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ കൂടി ഇങ്ങനെ കേട്ടു. അപ്പൊ പല്ലവി പറഞ്ഞത്, അപ്പോ ഞങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം, അതല്ലേ കുട്ടി പറയുന്നത്? അതെ, പറഞ്ഞല്ലോ, മറ്റൊരാളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കില്ല. അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ മകൻ വേണം സമാധാനം പറയേണ്ടി വരും. ശരി, അല്ല വിളിച്ചത് ആരാണെന്ന് പറഞ്ഞില്ല. താങ്കളുടെ പേരെന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേഗം പല്ലവി ഫോൺ കട്ട് ചെയ്തു. ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. അപ്പൊ പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്റെ ഈശ്വരാ, സേതുവേട്ടാ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഞാനിത് ചെയ്തത് എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞു പിടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പല്ലവി. അപ്പൊ സേതുവിന് വേണ്ടിയിട്ട് അപ്പൊ വേഗം തന്നെ പിന്നെ കാണുന്നത് ശ്രീഹരിയും അതുപോലെ തന്നെ അച്ചൂനെയാണ് കാണുന്നത്. അപ്പം അതെ, ഞാന് പുതിയൊരു കച്ചവടം തുടങ്ങാൻ പോവാ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ എന്താ പറയാ അച്ചൂനോട് പറയാ. ആള് ഭയങ്കര സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. കേട്ടപ്പോഴത്തേ തന്നെ എനിക്ക് അത്ഭുതമാ. ഒരേ മെറ്റീരിയൽ തന്നെ തയ്ച്ചത് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവുമോ? ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും. അതാ എന്റെ അത്ഭുതം. ദേ, തട്ടിപ്പാണോന്ന് സൂക്ഷിച്ചു വേണേ ഇടപെടാൻ. ആമയെ പെയിന്റ് അടിച്ച് നക്ഷത്ര പെയിന്റ് ആകും, പിന്നെ വെള്ളാരങ്കല്ല് തേച്ച് ഡയമണ്ട് ആക്കും. അതുപോലെ നടക്കുന്ന കാലമാ ഇത്. ഞാൻ അത്ര വലിയ മണ്ടനൊന്നും അല്ല. ഈ സായിപ്പിനെ നേരിട്ട് കണ്ട പ്രോഡക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അയാൾക്ക് പേറ്റന്റ് ഉള്ളതാ. എങ്കിൽ പിന്നെ വലിയ വലിയ കമ്പനിക്ക് വിറ്റാ പോരെ? അതുകൊണ്ട് എന്താ ഗുണം? അയാൾ ഒരു തുക കൊടുക്കുക, വലിയ വിലയ്ക്ക് അവര് വിൽക്കുകയും ചെയ്യും. സായിപ്പിനും ഗുണമില്ല, സാധാരണക്കാരനും ഗുണമില്ല. ഇതൊരു ലാഭശതമാനം സായിപ്പിന് കൊടുത്താൽ മതി. കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ഷർട്ട് കിട്ടുകയും ചെയ്യും. ഈ സായിപ്പിന്റെ കയ്യില് ഈ വലിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. അതനുസരിച്ച് നീങ്ങിയാൽ അതൊരു വലിയൊരു തുകയാ എന്റെ പെട്ടിയിൽ വീഴാൻ പോകുന്നത്. ഓഹോ, അപ്പൊ താമസിയാതെ തന്നെ ഒരു കോടീശ്വരനെ കാണാൻ പറ്റുമോ? അതൊന്നും അറിഞ്ഞൂടാ. പറ്റിയാലേ എന്റെ കച്ചവടം ഞാൻ സമ്മതിക്കാത്ത ഒരു ഫ്യൂഡലിസ്റ്റ് ടെക്സ്റ്റൈൽസ് ഉണ്ട്, പൂർണിമ ടെക്സ്റ്റൈൽസ്. അത് ഞാൻ ചിലപ്പോ വാങ്ങും. അത് കൊള്ളാലോ, അത്രയ്ക്കായി അഹങ്കാരം എന്ന് നിന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. പൂർണിമ ടെക്സ്റ്റൈൽസ് തന്നെ വാങ്ങണം അല്ലേ?
വാങ്ങിക്കണോ എന്ന് ചോദിച്ച ശ്രീഹരിയുടെ കോകയ്ക്കൊക്കെ പിടിച്ച് ഇവർ രണ്ടുപേരോട് ഭയങ്കര തമാശയൊക്കെ കാണിച്ച് അപ്പൊ അച്ചുവിനെയും പിടിച്ച് അവിടെ കിടത്തി. എന്നിട്ട് രണ്ടുപേരോട് ഭയങ്കര ഗുസ്തി പിടുത്താണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അവ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. എന്തൊക്കെ പറഞ്ഞാലും ശ്രീഹരി ഭയങ്കര ഹാപ്പി, അച്ചുവും ഭയങ്കര ഹാപ്പി. ഇവ രണ്ടുപേരോട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ മിത്രേട്ടൻ കൊണ്ടുവന്ന ആ സദാശിവനുണ്ടല്ലോ, കല്യാണം തീരുമാനിച്ചയാള്, അയാളെയും കൂട്ടിക്കൊണ്ട് ചെന്നിരിക്കുകയാണ്. അപ്പൊ സേതു, അപ്പൊ സത്യമാണോ പറയുന്നത്? അപ്പൊ ഇന്നലെ രാത്രി തന്നെ കല്യാണം മുടക്കാൻ കോള് വന്നോ? അതെ, ഇയാള് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല സേതു. അയാള് ശരിക്കും 2000 രൂപ തട്ടിയെടുക്കാനുള്ള ആ അടവാന്നാ വിചാരിച്ചത്. പക്ഷെ സംഗതി സത്യമാണ് എന്ന് പറഞ്ഞു. ആരാ വിളിച്ചത്? ഏതവനാ എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ ഇത്ര സുഖേട്? അവനല്ല സാറേ, അവളാ എന്ന് പറഞ്ഞു. അപ്പൊ ഞെട്ടിപ്പോയി കേട്ടോ സേതു. അവളോ? ആ അതെ സാറേ, ഒരു പെൺകുട്ടിയാ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സേതുവിന് ആകെ ടെൻഷനായി. ആരായിരിക്കും എന്നാലും അവള് എന്ന് ഓർത്തിട്ട്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.